സഹതടവുകാർ പുറത്ത് ഉണങ്ങാനിട്ടിരുന്ന തുണി ഉപയോഗിച്ച് ഒറ്റക്കൈയും വായയും ഉപയോഗിച്ചാണ് ഗോവിന്ദച്ചാമി മതിൽ ചാടിയതെന്നാണ് പോലീസ് പറയുന്നത്. രാത്രി 1:45 സെല്ലിന് പുറത്തിറങ്ങിയ ഗോവിന്ദച്ചാമി 4:15 വരെ ജയിൽ വളപ്പിൽ തന്നെ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നുവെന്ന് ജയിൽ DGP പറയുന്നു. ഈ സമയങ്ങളിൽ ഒന്നും തന്നെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരും ഡ്യൂട്ടിയിലുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതൊക്കെ എത്രത്തോളം വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് 20 ദിവസത്തെ ആസൂത്രണത്തിന് ശേഷമെന്ന് തന്നെയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് പറഞ്ഞത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാഹ്യസഹായം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണ്. ജയിൽ ചാടിയതിനു ശേഷമാണ് പോലീസ് വിവരമറിയുന്നത്. നേരത്തെ ജയിൽ ചാടാൻ ഗോവിന്ദച്ചാമി പ്ലാൻ ചെയ്തിരുന്നു. ജയിലിന് അകത്തുനിന്ന് സഹായം ലഭിച്ചുവോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന സമയത്ത് കയ്യിൽ നിന്ന് ചെറിയ ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു. ഏതു രീതിയിലാണ് ഇത് ഉപയോഗിച്ചതെന്ന് വിശദമായ അന്വേഷണത്തിന് ശേഷമേ പറയാനാകൂവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ജയിൽ ചാടാനായുള്ള തയ്യാറെടുപ്പ് കുറച്ച് ദിവസങ്ങളായി പ്രതി നടത്തി വന്നിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഏകദേശം 20 ദിവസത്തോളം ഇതിനായി തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു. തളാപ്പിലെ കിണറ്റിൽ നിന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. ജയിൽ ചാടാനായി ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന് പരിശോധിക്കും. ജയിൽ ചാടിയെന്ന് മനസ്സിലായ ഉടനെ തന്നെ പോലീസിന് വിവരം കിട്ടി. പല കോണിൽ നിന്നും നാട്ടുകാരടക്കം വിവരം നൽകിയിരുന്നു. ഇതെല്ലാം പോലീസ് പരിശോധിച്ചിരുന്നു. ഗോവിന്ദച്ചാമിയെക്കുറിച്ച് കൃത്യമായ വിവരം തന്ന 3-4 പേരുണ്ട്. അവരെയും പോലീസ് അഭിനന്ദിക്കുന്നു. കൂടാതെ ഈ സംഭവത്തിൽ സാമൂഹ്യ ജാഗ്രത പുലർത്തിയ മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും പോലീസ് നന്ദി പറയുന്നു, സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അതേസമയം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ 4 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പ്രിസൺ ഓഫീസർ അടക്കം 4 ജയിൽ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഉത്തരമേഖല ജയിൽ DIGയാണ് ഉത്തരവിട്ടത്. സംഭവത്തിൽ ജയിൽ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. രാവിലെ 7:10 ജയിൽ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചത്. കേരളത്തെ ഞെട്ടിച്ച വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷയായിരുന്നു ഗോവിന്ദച്ചാമിക്ക് കിട്ടിയത്. സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇരുമ്പ് കമ്പി അറുത്തുമാറ്റിയാണ്. വസ്ത്രം അഴിച്ചുമാറ്റി കൂട്ടിക്കെട്ടി മതിലിന് മുകളിലേക്ക് എറിഞ്ഞ് അതുവഴി രക്ഷപ്പെടുകയായിരുന്നു. ആകാശവാണിയുടെ സമീപത്തെ മതിലാണ് ചാടിക്കടന്നത്. ഒറ്റക്കൈയുള്ള ഗോവിന്ദച്ചാമിക്ക് പുറത്തുനിന്ന് രക്ഷപ്പെടാൻ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം. ക്വാറന്റൈൻ ബ്ലോക്കിന് സമീപത്തു കൂടിയാണ് രക്ഷപ്പെട്ടത്. കണ്ണൂർ DCC ഓഫീസിന് സമീപത്ത് വെച്ച് ഗോവിന്ദച്ചാമിയുടെ സാമ്യമുള്ള ഒരാളെ കണ്ടെത്തിയെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. നാട്ടുകാർ ഓടിച്ചതിനെ തുടർന്ന് ഇയാൾ സമീപത്തെ കാട്ടിനുള്ളിലേക്ക് കയറി. നാട്ടുകാരും പോലീസും നടത്തിയ പരിശോധനയിലാണ് ഇയാളെ ആളില്ലാത്ത വീട്ടിലെ കിണറ്റിൽ ഒളിച്ചിരുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ഇയാളെ പുറത്തേക്കിറക്കുകയായിരുന്നു.